സെക്ഷനിൽ നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 33/2015 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്തത്. 65th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് 66th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. As per the BIS standards, the floor space requirement meter cube of the covered area of a cow. Okay. അപ്പോൾ കൗവിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ സ്പേസിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. മീറ്റർ സ്ക്വയർ ആണ്, ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3.5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 1. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 3.5 മീറ്റർ സ്ക്വയർ ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗസ്റ്റേഷൻ പീരീഡ് ഇൻ ഡൊമസ്റ്റിക് പിഗ്ഗീസ്. ഗസ്റ്റേഷൻ പീരീഡ് ബഫലോസിൻ്റെയും അതുപോലെ തന്നെ കൗവിൻ്റെ അതുപോലെ പിഗിൻ്റെ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങളത് ഓർത്ത് വെക്കണം. ഓപ്ഷൻ എ 180 to 186 days, ഓപ്ഷൻ ബി 140 to 145 days, ഓപ്ഷൻ സി 155 to 160 days, ഓപ്ഷൻ ഡി 110 to 118 days. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 110 to 118 days ആണ് ഡൊമസ്റ്റിക് പിഗിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ഇൻ ഡയറി കൗ ഈസ്. ഇത് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എ 97.5, ഓപ്ഷൻ ബി 101.4, ഓപ്ഷൻ സി 104, ദെൻ ഓപ്ഷൻ ഡി 103.2 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഡിഗ്രി ഫാരൻഹീറ്റിലാണോ ഡിഗ്രി സെൽഷ്യസിലാണോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 101.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീറ്റ് ഓഫ് ഗോട്ട് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ മട്ടൺ, ഓപ്ഷൻ ബി ബീഫ്, ഓപ്ഷൻ സി ക്യാര ബീഫ്, ഓപ്ഷൻ ഡി ഷിവോൺ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഷിവോൺ ആണ്. തെറ്റിപ്പോരുത്, മട്ടൺ അല്ല. മട്ടൺ എന്ന് പറയുന്നത് ഷീപ്പിൻ്റെ മീറ്റിന് പറയുന്ന പേരാണ്. ഓക്കെ, മീറ്റ് ഓഫ് ഷീപ്പ് ഈസ് നോൺ ആസ് മട്ടൺ. മീറ്റ് ഓഫ് ഗോട്ട് എന്ന് പറയുന്നത് ഷിവോൺ ആണ്, മാറിപ്പോരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റാബിറ്റ് ബ്രീഡ് റിയർഡ് ഫോർ വൂൾ. വൂളിന് വേണ്ടിയിട്ട് റെയർ ചെയ്യുന്ന റാബിറ്റ് ബ്രീഡ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രേ ജൈൻറ്റ്, ഓപ്ഷൻ ബി സോവിയറ്റ് ചിഞ്ചില, ഓപ്ഷൻ സി അങ്കോറ, ഓപ്ഷൻ ഡി ന്യൂസിലൻഡ് വൈറ്റ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അങ്കോറയാണ് കറക്റ്റ് ആൻസർ. 71 ക്വസ്റ്റ്യൻ, the time of ovulation in cow is. Option A 10 hours after end of estrus, option B 1 to 2 days before end of the estrus, option C end of the estrus, option D near beginning of estrus. Correct answer എന്ന് പറയുന്നത് 10 hours after the end of the estrus. ഈ ഓപ്ഷനിൽ 12 hours after the end of the estrus എന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം തന്നെ 12 hours ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദി ഈസ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റ് ആയത്. ഓക്കെ, ഇനി 72 ക്വസ്റ്റ്യൻ നമ്പർ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ഓവുലേറ്റർ? ഓപ്ഷൻ എ മെയർ, ഓപ്ഷൻ ബി ഈവ്, ഓപ്ഷൻ സി ബിച്ച്, ഓപ്ഷൻ ഡി ക്യൂൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്യൂൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്ലാൻഡുലാർ പോർഷൻ ഓഫ് ദി റൂമിനന്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ്. ഇത് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ റെറ്റിക്കുലം, ഓപ്ഷൻ ബി അബോമാസം, ഓപ്ഷൻ സി ഒമാസം, ഓപ്ഷൻ ഡി റൂമൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അബോമാസമാണ്. അബോമാസത്തിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് എന്താണ് ഗ്ലാൻഡുലാർ പോർഷൻ ഉള്ളത്. അതുപോലെ തന്നെ എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഗ്ലാൻഡുലാർ പോർഷനിൽ നിന്നാണ്, അബോമാസത്തിലാണ് ഡൈജസ്റ്റീവ് എൻസൈംസും കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓക്സിറ്റോസിൻ ഹോർമോൺ ഈസ് റിലീസ്ഡ് ഫ്രം. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓപ്ഷൻ ബി അഡ്രീനൽ ഗ്ലാൻഡ്, ഓപ്ഷൻ സി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 75th ക്വസ്റ്റ്യൻ, ദ നേറ്റീവ് ഗോട്ട് ബ്രീഡ് ഓഫ് കേരള ഈസ്. ഓപ്ഷൻ എ കുട്ടനാട്, ഓപ്ഷൻ ബി മലബാറി, ഓപ്ഷൻ സി ജമുനാപാരി, ഓപ്ഷൻ ഡി സുനന്ദിനി. ഇതിലേതാണ് നേറ്റീവ് ബ്രീഡ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി മലബാറിയാണ് കറക്റ്റ് ആൻസർ. ഗോട്ടിൻ്റെ നേറ്റീവ് ഗോഡ് ബ്രീഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന മലബാറിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദ കൊളസ്ട്രം ഗീവ്സ് ഓപ്ഷൻ എ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി പാസീവ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ഡി നൺ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലേ. പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത്. അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാലിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. 77th question, normally the placenta is expelled after paturation cow within option A 4 to 8 hours, option B 14 to 18 hours, option C 24 hours, option D 2 days. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 4 to 8 hours ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സഡൻ ഡെത്ത് ആൻഡ് എക്സുഡേഷൻ ഓഫ് ഡാർക്ക് tarry blood from natural openings of the body is a symptom of the disease. Option A FMD, option B Rinderpest, option C Anthrax, option D black leg. അപ്പോൾ ഇതിൽ ഏത് ഡിസീസിലാണ് ഇങ്ങനൊരു സിംറ്റം ഉണ്ടാകുന്നത്? സഡൻ ഡെത്ത് ആൻഡ് എക്സോഡേഷൻ ഓഫ് ഡാർക്ക് ടാറി ബ്ലഡ് ഫ്രം ദ നാച്ചുറൽ ഓപ്പണിങ്സ് ഓഫ് ദി ബോഡി എന്ന് പറയുന്ന സിംറ്റം ഏതിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആന്ത്രാക്സിലാണ് ഇങ്ങനൊരു സിംറ്റം കണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിസിൻഫെക്റ്റൻറ്റ് യൂസ്ഡ് ഓൺ കാറ്റിൽ bara and premise on outbreak of foot and mouth disease. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പ്രിമൈസസിലും കാറ്റിൽ ബാറിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈം, ഓപ്ഷൻ ബി ബോറിക് ആസിഡ്, ഓപ്ഷൻ സി വാഷിംഗ് സോഡ, ഓപ്ഷൻ ഡി ഫിനോൾ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാഷിംഗ് സോഡയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോട്ടോസോവൻ ഡിസീസ് ഇൻ പോൾട്രി? പോൾട്രിയിലുള്ളൊരു പ്രോട്ടോസോവൻ ഡിസീസ് ഏതാണ്? ഓപ്ഷൻ എ റാങ്കെറ്റ് ഡിസീസ്, ഓപ്ഷൻ ബി കോക്സിഡിയോസിസ്, ഓപ്ഷൻ സി സാൽമണലോസിസ്, ഓപ്ഷൻ ഡി ബർസൽ ഡിസീസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ബി. എല്ലാവർക്കും അറിയാം കോക്സിഡിയോസിസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് സ്റ്റാൻഡിംഗ് സ്പേസ് റിക്വയർഡ് ഫോർ ആൻ അഡൽട്ട് കാറ്റിൽ ഈസ്? ഓപ്ഷൻ എ 0.7 to 0.9 meter, ഓപ്ഷൻ ബി 1.5 to 1.7 meter, ഓപ്ഷൻ സി 1 to 1.2 meter, ഓപ്ഷൻ ഡി 2.4 to 2.6 meter. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1.5 to 1.7 meter ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് ഓഫ് ഗ്രേഡ് 1 കോമ്പൗണ്ടഡ് കാറ്റിൽ ഫീഡ് ആസ് പെർ BIS. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 22%, ഓപ്ഷൻ സി 11%, ഓപ്ഷൻ ഡി 14%. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 22% ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീഡിയം യൂസ്ഡ് ടു പ്രിപ്പയർ ദ നമ്പർ മോൾഡ് ഇൻ ഫ്രീസ് ബ്രാൻഡിംഗ് ഈസ്? ഓപ്ഷൻ എ ഐസ്, ഓപ്ഷൻ ബി ഡീപ് ഫ്രീസർ, ഓപ്ഷൻ സി സോളിഡ് ഐസ്, ഓപ്ഷൻ ഡി ലിക്വിഡ് നൈട്രജൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ് നൈട്രജൻ ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്രീസ് ബ്രാൻഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡ്രൈ ഐസ്, അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ് നൈട്രജനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോഡർ ഗ്രാസ് ദാറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ വാട്ടർ ലോക്ഡ് ഏരിയാസ്. ഇത് ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹൈബ്രിഡ് നേപ്പർ, ഓപ്ഷൻ ബി ഗുനിയ ഗ്രാസ്, ഓപ്ഷൻ സി ദിനാ ബുദ്ധ ഗ്രാസ്, ഓപ്ഷൻ ഡി പാരാഗ്രാസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പാരാഗ്രാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്രോമസോം നമ്പർ ഓഫ് ഗോട്ടീസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ക്രോമസോം നമ്പർ ഓഫ് ഡോഗ് ചോദിച്ചിരുന്നു, ഇപ്രാവശ്യം ഗോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 54, ഓപ്ഷൻ ബി 72, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 48. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 60 ആണ് നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഗോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഏരിയ accessible to young ones and not to adults to provide additional feed is called? Option A steer, option B rig, option C tussle, option D creep. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്രീപ്പ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ ലെങ്ത് ഓഫ് എ ഡയറി കൗ ഈസ്? ഓപ്ഷൻ എ 180 days, ഓപ്ഷൻ ബി 280 days, ഓപ്ഷൻ സി 305 days, ഓപ്ഷൻ ഡി 365 days. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 305 days ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്രോപ്പ് ഈസ് പോപ്പുലർ ഫോർ സിലേജ് മേക്കിംഗ്? സിലേജ് മേക്കിങ്ങിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ക്രോപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഹൈബ്രിഡ് നേപ്പർ, ഓപ്ഷൻ ബി ബെർസീൻ, ഓപ്ഷൻ സി ഗുനിയ ഗ്രാസ്, ഓപ്ഷൻ ഡി മെയ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്
മെയ്സ് ആണ് നമ്മൾ സിലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പറായിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനറൽ ഹൂസ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു parakeratosis in pigs which is characterized by specific skin lesions. Option A copper, option B manganese, magnesium, option C zinc, option D calcium. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സിങ്ക് ആണ്. അപ്പോൾ മിനറൽ ഡെഫിഷ്യൻസി, സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് പാരാകെരാറ്റോസിസ് പിഗ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്കിന്നിൽ ലെഷൻസ് ഉണ്ടാവുന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ അല്ലാത്ത ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വൈറ്റമിൻ സി ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ അല്ല, ഇറ്റ്സ് എ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. ഓക്കെ, ADEK എന്ന് പറയുന്നത് വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്ന് പറയുന്ന 4 വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 91. Polyoencephalomalacia in ruminants is due to the deficiency of option A thymine, option B biotin, option C choline, option B riboflavin. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. തൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് പോളിയോഎൻസെഫലോമലേഷ്യ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് കാറ്റിൽസിൽ, റൂമിനൻസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് അസസിങ് ദ ബ്രീഡിംഗ് വാല്യൂ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബൈ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദി ഓഫ് സ്പ്രിങ്. ഓപ്ഷൻ എ പെഡിഗ്രി ടെസ്റ്റിംഗ്, ഓപ്ഷൻ ബി പ്രോജനി ടെസ്റ്റിംഗ്, ഓപ്ഷൻ സി ഫാമിലി സെലക്ഷൻ, ഓപ്ഷൻ ഡി നൺ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രോജനി ടെസ്റ്റിംഗ് ആണ് കറക്റ്റ് ആൻസർ. പെഡിഗ്രി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൻസിസ്റ്റേഴ്സ്, ഗോഡ്സിൻ്റെയോ കാറ്റിൽസിൻ്റെയൊക്കെ ആൻസിസ്റ്റേഴ്സിനെ വെച്ചിട്ട് അവർ നല്ല പ്രൊഡക്ടിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആസ്പദമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മളിങ്ങനെ പെഡിഗ്രി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the system of mating of animals which are more closely related than the average of the population from which they come. Option A crossbreeding, option B upgrading, option C inbreeding, option D outcrossing. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻബ്രീഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. മോർ ക്ലോസ്ലി റിലേറ്റഡ് അനിമൽസുമായിട്ടുള്ള ബ്രീഡിങ്ങിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഡ്രൈ മാറ്റർ ഇൻടേക്ക് ഇൻ ഗോഡ്സ്. Option A 1.2%, option B 2.5 to 3%, option C 5 to 7%, option D none of the above. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 5 to 7% ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഫോർ UHT പാസ്ചറൈസേഷൻ ഈസ് ഡാഷ് ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ UHT പാസ്ചറേഷൻ്റെ ടെമ്പറേച്ചർ ഓപ്ഷൻ എ 63 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 72 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 140 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 160 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 140 ഡിഗ്രി സെൽഷ്യസ് ആണ്. 135 എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ബർത്ത് വെയ്റ്റ് ഓഫ് ക്രോസ് ബ്രീഡ് ക്യാഫിൻ്റെ ആവറേജ് ബോഡി വെയ്റ്റ് എത്രയാണ്? ഓപ്ഷൻ എ 10 kg, ഓപ്ഷൻ ബി 25 kg, ഓപ്ഷൻ സി 35 kg, ഓപ്ഷൻ ഡി 40 kg. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 25 kg ആണ് ആവറേജ് ബർത്ത് വെയ്റ്റ് ഓഫ് ക്രോസ് ബ്രീഡ് കാറ്റിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് എ കൗ ടു മെയിൻറ്റെയിൻ ഹൈ ഈൽഡ്സ് ഫോർ എ ലോങ്ങർ പീരീഡ് ഈസ് നോൺ ആസ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി പീക്ക് ഈൽഡ്, ഓപ്ഷൻ സി ഹൈ ഈൽഡ്, ഓപ്ഷൻ ഡി പെർസിസ്റ്റൻസി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പെർസിസ്റ്റൻസി ആണ് കറക്റ്റ് ആൻസർ. പെർസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ദ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് എ കൗ ടു മെയിൻറ്റെയിൻ ഹൈ ഈൽഡ്സ് ഫോർ എ ലോങ്ങർ ടൈം പീരീഡ് ഈസ് കോൾഡ് പെർസിസ്റ്റൻസി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്രീഡ് ഓഫ് ബഫലോ വിച്ച് സിക്കിൾ ഷേപ്ഡ് ഹോൺസ് ഉള്ള ബ്രീഡ് ഓഫ് ബഫലോയുടെ പേരെന്താണ്? ഓപ്ഷൻ എ മുറ, ഓപ്ഷൻ ബി നാഗ്പൂരി, ഓപ്ഷൻ സി ജഫറാബാദി, ഓപ്ഷൻ ഡി സുർത്തി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സുർത്തിയാണ് കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നെയിം ഐഡൻറ്റിഫൈങ് മെത്തേഡ് ഇൻ പൗൾട്രിയിലെ നെയിം ഐഡൻറ്റിഫൈങ് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിങ് ബാൻഡിങ്, ഓപ്ഷൻ ബി ടാങ്കിങ്, ഓപ്ഷൻ സി ബ്രാൻഡിങ്, ഓപ്ഷൻ ഡി ടാറ്റൂയിങ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, വിങ് ബാൻഡിങ്. വിങ് ബാൻഡിങ് എന്ന് പറയുമ്പോൾ വിങ്ങിലാണ് നമ്മൾ ബാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വെക്കുന്നത്. ഓക്കെ, അപ്പം വിങ് ബാൻഡിങ് ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഗോഡ് quality hay the moisture content is in good quality hay the moisture content എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ലെസ് ദാൻ 15%, ഓപ്ഷൻ ബി 20 to 25%, ഓപ്ഷൻ സി 30%, ഓപ്ഷൻ ഡി നൺ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു ഗുഡ് ക്വാളിറ്റി ഹേയിൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 15% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലേ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ 33/2015 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിന് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.